എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചെറിയ ബിസിനസ്സിനൊപ്പം മറ്റൊരു വരുമാനം കൂടി നേടാൻ ആഗ്രഹമുണ്ടോ? അതും ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയോടെ? അങ്ങനെ ഒരു കിടിലൻ അവസരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, ചോദ്യം ഇതാണ്. നിങ്ങളുടെ കട അതൊരു ചെറിയ ചായക്കടയോ പലചരക്ക് കടയോ എന്തുമാകട്ടെ, അതൊരു വൈഫൈ ഹോട്ട്സ്പോട്ടാക്കി മാറ്റി ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയാലോ? കൊള്ളാമല്ലേ? അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് ഈ പബ്ലിക് ഡാറ്റ ഓഫീസ് അല്ലെങ്കിൽ PDO എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. PM വാണി എന്ന പദ്ധതിയുടെ കീഴിലാണ് ഇത് വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ PDO എന്ന് പറയുന്നത് ആളുകൾക്ക് ഇന്റർനെറ്റ് കിട്ടുന്ന ഒരിടമാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ കടയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് തന്നെയാകാം. അവിടെ വരുന്ന ആളുകൾക്ക് കുറഞ്ഞ പൈസക്ക് നല്ല വൈഫൈ കണക്ഷൻ കൊടുക്കുക, അതാണ് സംഭവം. അപ്പോൾ ആർക്കൊക്കെ ഇതിന്റെ ഭാഗമാകാം? സത്യം പറഞ്ഞാൽ ആർക്കു വേണമെങ്കിലും. ഒരു ചായക്കട നടത്തുന്ന ആളാകാം, പലചരക്ക് കടക്കാരനാകാം, ഒരു റെസ്റ്റോറന്റ് ഉടമയാകാം. എന്തിനേറെ, റോഡരികിൽ ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും ഒരു PDO തുടങ്ങാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സംരംഭകനാകാൻ മനസ്സുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്കുള്ളതാണ്. ശരി, ഇനി അടുത്ത ചോദ്യം. എന്തിനാണ് നമ്മളൊരു PDO ആകുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും എന്തൊക്കെയാണ് ഗുണങ്ങൾ? വാ, നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് പ്രധാനമായിട്ടും 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തത് ഒരു എക്സ്ട്രാ ഇൻകം. ആരാണ് വേണ്ടെന്ന് വെക്കുക, അല്ലേ? രണ്ടാമതായി, നിങ്ങളുടെ കടയിലെ ഓൺലൈൻ പേയ്മെന്റിനും ബില്ലിങ്ങിനുമൊക്കെ നല്ല കിടിലൻ ഇന്റർനെറ്റ് കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കടയിൽ വൈഫൈ ഉണ്ടെന്നറിഞ്ഞാൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരും. സ്വാഭാവികമായും നിങ്ങളുടെ പ്രധാന കച്ചവടവും കൂടും. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും, എനിക്കുറപ്പാണ്. ഹേയ്, എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഡേറ്റയില്ലേ, പിന്നെന്തിനാ ആളുകൾ പൈസ കൊടുത്ത് വൈഫൈ വാങ്ങുന്നത്? കറക്റ്റ് ചോദ്യമാണ്. നമുക്കതിന്റെ ഉത്തരം നോക്കാം. ദാ, ഈ വ്യത്യാസം നോക്കൂ. മൊബൈൽ ഡാറ്റയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ചിലപ്പോൾ കെട്ടിടത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ റേഞ്ച് പോകും, അല്ലെങ്കിൽ ഒരുപാട് പേർ ഉപയോഗിക്കുമ്പോൾ സ്പീഡ് കുറയും. എന്നാൽ PDO വൈഫൈ അങ്ങനെയല്ല. അത് ആ ഒരു ഒറ്റ സ്ഥലത്ത് നല്ല സ്ട്രോങ്, സ്റ്റേബിളായിട്ടുള്ള ഇന്റർനെറ്റ് തരും. അതായത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നുന്നുണ്ടോ? എങ്കിൽ പിന്നെ ഇതെങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം, അല്ലേ? പേടിക്കേ വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ഇതിന്റെ കാര്യങ്ങൾ. നോക്കൂ, വെറും 3 സ്റ്റെപ്പേ ഉള്ളൂ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ കടയിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുക. സ്റ്റെപ്പ് 2, ഒരു PDO ആഗ്രിഗേറ്റർ എന്ന് പറയുന്നവരുമായി കോൺടാക്ട് ചെയ്ത് ബിസിനസ് ഉറപ്പിക്കുക. സ്റ്റെപ്പ് 3, അവർ തരുന്ന വൈഫൈ ഉപകരണം ഇൻസ്റ്റാൾ ചെയ്യുക, ഇന്റർനെറ്റ് വിൽക്കാൻ തുടങ്ങുക. കഴിഞ്ഞു. സിമ്പിളല്ലേ? ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പണം എത്ര മുടക്കണം, എത്ര കിട്ടും? എല്ലാവർക്കും അതല്ലേ അറിയേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണം? ഇപ്പോൾ നിങ്ങൾ കടയുടെ ഉള്ളിലാണ് വൈഫൈ വെക്കുന്നതെങ്കിൽ മാസം ഏകദേശം 910 രൂപയെ ചിലവ് വരൂ. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു തുക അല്ലേ? ഇനിയിപ്പോൾ കടയുടെ പുറത്താണ് വെക്കുന്നതെങ്കിലോ? അപ്പോൾ മാസം ഏകദേശം 1475 രൂപ വരും. ഇതും വലിയ തുകയൊന്നല്ല, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ചെലവിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരാം. ഇതിൽ നിന്ന് എത്ര രൂപ വരെ നമുക്ക് വരുമാനമുണ്ടാക്കാം? ഒന്ന് നോക്കിക്കേ, സാധ്യതകളെ ശരിക്കും വലുതാണ്. നിങ്ങളുടെ കട നല്ല തിരക്കുള്ള സ്ഥലത്താണെങ്കിൽ ഡെയിലി പ്ലാനുകൾ മാത്രം വിറ്റാൽ മാസം 4000 രൂപ മുതൽ 27000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി മന്ത്ലി പ്ലാനുകളാണെങ്കിലോ ഒരു 9000 രൂപ വരെയും കിട്ടാം. സംഭവം കൊള്ളാം, അല്ലേ? അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. ഒരു മാസം 27000 രൂപ വരെ. ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര അവസരം തന്നെയാണിത്. ഇനി കേട്ടോളൂ, ഇതാണ് ഈ ഡീലിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% നിങ്ങൾക്കാണ്. വെറും 10% മാത്രം അഗ്രഗേറ്റർക്ക് കൊടുത്താൽ മതി. ഇതിലും നല്ലൊരു റവന്യൂ ഷെയർ കിട്ടാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഇത് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടോ? എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അഗ്രിഗേറ്റർ എങ്ങനെ കണ്ടെത്തും? 2 വഴിയുണ്ട്. ഒന്ന്, pmvani.gov.in എന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറി ഒരു ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ തന്നെയുള്ള ലിസ്റ്റിൽ നിന്ന് ഒരു അഗ്രിഗേറ്ററെ കണ്ടെത്തി നിങ്ങൾക്ക് അങ്ങോട്ട് നേരിട്ടും വിളിക്കാം. ഏതാണോ എളുപ്പം അത് ചെയ്യാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇതിന്റെ സുരക്ഷ, നിയമപരമായ കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അതെല്ലാം അഗ്രിഗേറ്ററുടെ തലവേദനയാണ്. ഒരു PDO എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. സിമ്പിളായി പറഞ്ഞാൽ ടെൻഷൻ അടിക്കാതെ ഈ ബിസിനസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആളുകളെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാനും അതോടൊപ്പം നിങ്ങൾക്കായി ഒരു പുതിയ വരുമാനമാർഗം ഉണ്ടാക്കാനും നിങ്ങൾ തയ്യാറാണോ? ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല, നിങ്ങളുടെ സമൂഹത്തിനുള്ള ഒരു സേവനം കൂടിയാണ്. ഈ അവസരത്തെക്കുറിച്ചൊന്ന് ഗൗരവമായി ആലോചിച്ചു നോക്കൂ.